രാജ്യത്ത് ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ്, എല്ലാ സാധാരണക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് E20 പെട്രോൾ. എന്താണ് E20 പെട്രോൾ? 20% എത്തനോൾ കലർത്തിയ പെട്രോളാണ് നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ 1000 മില്ലി അഥവാ 1 ലിറ്റർ പെട്രോളിൽ നമുക്ക് 200 മില്ലിയോളം എത്തനോൾ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളിൽ നിന്ന്, കരിമ്പിൻ ചണ്ടിയിൽ നിന്നൊക്കെ വാറ്റിയെടുക്കുന്ന പട്ടച്ചാരായത്തിന് സമാനമായിട്ടുള്ള ഒരു സാധനം അതിൽ ബ്ലെൻഡ് ചെയ്ത് പെട്രോളിനോടൊപ്പം ചേർത്ത് അത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പന നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ എത്തനോൾ പെട്രോളിൽ കൂട്ടി വിൽപ്പന നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല എന്നായിരുന്നു ആദ്യമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ സമ്മതിച്ചു, ഇത് പെട്രോൾ വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയെ, എന്ന് പറഞ്ഞാൽ നമ്മൾ മൈലേജ് എന്ന് പറയും, മൈലേജിനെ ബാധിക്കും. അതുപോലെ തന്നെ പിന്നീട് കുറെ കൂടി സമ്മർദ്ദം മുറുകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് BS3 വിഭാഗത്തിൽപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ 2005-നും 2016-നും ഇടയിൽ പുറത്തിറങ്ങിയ വാഹനങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ അതിൻ്റെ യന്ത്രഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് റബ്ബറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുഴലുകൾ, ഇന്ധനവുമായി ബന്ധപ്പെട്ട ചില യന്ത്രഭാഗങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾക്കെല്ലാം അത് കേടുവരുത്തുന്നുണ്ട് എന്നും അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. ഞാനിതിനെ സംബന്ധിച്ച് നോക്കിയ സമയത്ത് E20 പെട്രോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ പ്രധാനമായും തുരുമ്പെടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ഈർപ്പം വലിച്ചെടുക്കും പോലും. ഞാനിതിൽ വിദഗ്ധനൊന്നുമല്ല, നമ്മളിത് വായിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈർപ്പം വലിച്ചെടുക്കുന്നതോടുകൂടി യന്ത്രഭാഗങ്ങൾ, പെട്രോൾ കടന്നു ചെല്ലുന്ന യന്ത്രഭാഗങ്ങൾ തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ്. അതുമാത്രവുമല്ല, ഇത് ആക്സലറേഷനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റുകൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാർബറേറ്ററിലാണ് ഇതിൻ്റെ പ്രശ്നം പലപ്പോഴും കാണുന്നത്. കാർബറേറ്റർ നിരന്തരം മാറ്റേണ്ട സ്ഥിതിയിലേക്ക് പോകുന്നു എന്നൊക്കെ മെക്കാനിക്കുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. 2005 മുതൽ 2016 വരെയുള്ള പെട്രോൾ വാഹനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാർ ഉപയോഗിച്ചു വരുന്ന വാഹനങ്ങൾ 10 വർഷമോ 15 വർഷത്തിനിടയിലൊക്കെ പഴക്കമുള്ള വാഹനങ്ങളാണ്. ആ 15 വർഷത്തെ പഴക്കമുള്ള വാഹനങ്ങളൊക്കെ പെട്രോൾ വാഹനങ്ങളൊന്നും ആളുകളൊന്നും അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുന്നതല്ല, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ വാഹനങ്ങൾ ഇന്ത്യയിലെ കണക്കെടുത്താൽ എത്ര ലക്ഷം വരും, എത്ര കോടി വരും? അത്രയും വാഹനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. ഇതിന് കൊള്ളയുടെ ഒരു മറുവശമുണ്ട്. എന്താണ് കൊള്ളയുടെ മറുവശം? ഇന്നിപ്പോൾ കേരളത്തിൽ 1 ലിറ്റർ പെട്രോൾ വിറ്റത് ഏതാണ്ട് 115 രൂപ, 114.9, ഏതാണ്ട് 115 രൂപ തന്നെ നമുക്ക് കണക്കാക്കാം. ആ 115 രൂപയുടെ പെട്രോൾ വിൽക്കുമ്പോൾ അതിൽ 20% എത്തനോൾ കലർത്തുമ്പോൾ എവിടെയാണ് കൊള്ള മറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാനിങ്ങനെ അതിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം. ആ 1 ലിറ്റർ പെട്രോളിൽ 115 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ആ 1 ലിറ്റർ പെട്രോളിൽ യഥാർത്ഥത്തിൽ 92 രൂപയുടെ പെട്രോൾ മാത്രമാണ് ഉള്ളത്. ഞാനിവിടെ കണക്ക് കൂട്ടി നോക്കി. അതിൽ പിന്നെ കൂട്ടിച്ചേർക്കുന്നത് 13.60 രൂപയുടെ എത്തനോളാണ്. ഇത് രണ്ടും കൂടി ചേർത്താലോ, 115 രൂപ കൊടുത്ത് 1 ലിറ്റർ നമ്മൾ പെട്രോൾ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അതിലെ 800 മില്ലി പെട്രോളും 200 മില്ലി എത്തനോളും ചേർന്ന് അതിന് ആകെ വില വരുന്നത് 92 രൂപ പെട്രോളിനും 13.6 രൂപ എത്തനോളിനുമായി ആകെ വരുന്നത് 105.6 രൂപയാണ്. ഏതാണ്ട് 10 രൂപ അതിൽ നമ്മൾ കൊള്ളയടിക്കപ്പെടുന്നു എന്നതാണ്. നേരത്തെ എക്സൈസ് ഡ്യൂട്ടി പലവട്ടം കൂട്ടി ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വൻതോതിൽ വില കുറഞ്ഞപ്പോൾ, അടിതട്ടിയപ്പോൾ പോലും നമ്മുടെ ഇവിടെ വില കൂട്ടി തന്നെ ജനങ്ങളോട് വാങ്ങി കൊള്ളയടിക്കുന്ന കോടാനുകോടി, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആ കണക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെയാണ് ഞാൻ പറയുന്നത്, ഓരോ ദിവസവും നമ്മുടെ കീശയിൽ നിന്ന് ഇപ്പോൾ ഈ നികുതികളെല്ലാം കൂടാതെ, അത് കേന്ദ്ര എക്സൈസ് നികുതിയാണെങ്കിലും സംസ്ഥാനത്തെ വാറ്റ് നികുതിയാണെങ്കിലും ഇതെല്ലാം കൂടാതെ ഇത്തരത്തിൽ എത്തനോൾ മിക്സിൻ്റെ പേരിൽ 1 ലിറ്ററിൽ 10 രൂപ ഈ കൊള്ള നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പരിശോധിച്ചു ലോകത്തെ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഈ എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്. എത്തനോൾ ഉപയോഗിക്കുന്നത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ബ്രസീലുണ്ട്, പരഗ്വായ് ഉണ്ട്, തായ്ലാൻഡുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിരലിലുണ്ടാവുന്ന രാജ്യങ്ങളിലാണ് ഇന്ത്യ കൂടാതെ എത്തനോൾ E20 ഉപയോഗിക്കുന്നത്. എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട് 10% വരെ. അത് അമേരിക്കയിൽ ഉപയോഗിക്കുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 20% ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾ മാത്രമാണ്. യൂറോപ്യൻ കൺട്രീസ് 10% എത്തനോളുള്ള
പെട്രോളാണ് ഉപയോഗിക്കുന്നത്. അതായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സമീപകാലത്ത് അത് E20 ആക്കി മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിൽ 1 ലിറ്റർ പെട്രോളിന്മേൽ നമ്മൾ കൊള്ളയടിക്കപ്പെടുന്നത് 10 രൂപയാണ്. മറ്റ് നികുതി കൊള്ളയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഈ എത്തനോളിൻ്റെ കാര്യത്തിൽ മാത്രം. അപ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബാംഗങ്ങൾക്ക് എത്തനോൾ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ, മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ പങ്കാളിത്തമുണ്ട്, അതിൻ്റെ ലാഭവിഹിതം പോകുന്നത് അങ്ങോട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ വലിയ ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും അടിസ്ഥാനം നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജനങ്ങളെ പച്ചയ്ക്ക് പകൽക്കൊള്ള നടത്തുകയാണ് എത്തനോൾ പെട്രോളിലൂടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഇന്ധനക്ഷമത കൂടുതലുള്ള വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പുതിയ തലമുറ പലപ്പോഴും ഇന്ധനക്ഷമതയൊന്നും നോക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ പഴയ തലമുറ, തൊട്ട് മുമ്പത്തെ തലമുറ, ഞാൻ പറയുന്നത് BS3 വാഹനങ്ങൾ ഉപയോഗിക്കുന്ന തലമുറ എന്ന് പറയുന്നത് ഇന്ധനക്ഷമതയ്ക്ക് ഊന്നൽ കൊടുത്തിരുന്നതാണ്. കാരണം അവരുടെ പോക്കറ്റ് കാലിയാവുന്നത് പരമാവധി കുറയ്ക്കുക എന്നതിൻ്റെ പേരിൽ വാങ്ങിയ വാഹനങ്ങളാണ്. ആ വാഹനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ കൊള്ളയടിക്കപ്പെടുന്നത്. അത് ഇന്ധനക്ഷമത കുറയുന്നു. എത്ര ശതമാനം? 3% മുതൽ 7% വരെ ഇന്ധനക്ഷമത കുറയുന്നു എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്ന്, നമ്മുടെ 10 രൂപ കൊള്ളയടിക്കുന്നത് കൂടാതെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? 3 മുതൽ 7% വരെ മൈലേജ് ഡ്രോപ്പ് നമുക്ക് വരുന്നു. നമ്മുടെ വാഹനം ഓടുന്ന ദൂരം കുറയുന്നു. രണ്ടാമത്, കാർബുറേറ്ററുകൾ കേടുവരുന്നു, റബ്ബർ പൈപ്പുകൾ കേടുവരുന്നു, പ്ലാസ്റ്റിക് ഹോസുകളൊക്കെ കേടുവരുന്നു, യന്ത്രഭാഗങ്ങൾ പലതും തുരുമ്പ് പിടിക്കുന്നു, വാഹനം വളരെ പെട്ടെന്ന് തന്നെ കേടുവന്ന് ഉപയോഗയോഗ്യമല്ലാതായി മാറുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങി സർവ്വതലസ്പർശിയായ എല്ലാ മേഖലകളിലും നമുക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു നയപരിപാടിയുമായിട്ടാണ്, ഒരു തീരുമാനവുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നമ്മുടെ പോക്കറ്റ് കാലിയാകുന്നു, 10 രൂപ കൊള്ളയടിക്കുന്നു. 2, നമ്മുടെ മൈലേജ് ഷോർട്ടേജ് വരുന്നു. മൂന്നാമത്തേത്, നമ്മുടെ യന്ത്രങ്ങൾ തന്നെ, നമ്മുടെ വാഹനങ്ങൾ തന്നെ കേടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒടുവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും E20 പെട്രോൾ വിപണിയിൽ സ്റ്റാൻഡേർഡ് പെട്രോളായി E20 പെട്രോൾ ഉപയോഗിക്കണം എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിനെതിരായി ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തുടർന്നും കൊള്ളയടിക്കപ്പെടും. ഒരുപക്ഷെ ബൊളീവിയയിലെ പോലെ അവിടെ 25% E25 ആണ് ബൊളീവിയയിൽ ഉപയോഗിക്കുന്നത്. നമ്മളിതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇന്ത്യ ബൊളീവിയയായി മാറും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.